കബനി നമ്മൾ ടൈഗർ സഫാരിക്കൊക്കെ നിൽക്കുന്ന ഗേറ്റ് ഉണ്ടല്ലോ, അന്തരസന്ധി, അവിടുന്ന് കുറച്ച് 4 കിലോമീറ്റർ ബാവലി റൂട്ടിൽ പോയി വന്ന് ഒരു ഏതാണ്ട് 4 കിലോമീറ്റർ വന്ന് റൈറ്റ് സൈഡിലേക്ക് റോഡുണ്ട്. കബനി ലേക്ക് വ്യൂ റിസോർട്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടുണ്ട്. ആ റോഡിന് വന്നു കഴിഞ്ഞാൽ സോഗഹല്ലി പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പോഴാണ് ഈ മനോഹരമായ സ്ഥലത്ത് ആരുടെയും ഒരു പ്രത്യേകിച്ച് മനോഹരമായ സ്ഥലമാണ്. ഒരുപാട് കാലികൾ ഇവിടെ മെയ്യുന്നുണ്ട്. ഇപ്പോൾ ജൂൺ മാസമാണെങ്കിലും മഴ അധികം പെയ്യാത്തതുകൊണ്ട് വെള്ളം അധികം കയറിയിട്ടില്ല. ഇവിടെ ധാരാളം പശുക്കൾ മെയ്യുന്നത് കാണാം. അവയെ നോക്കാനായിട്ട് അവയുടെ കൂടെയുള്ള ആൾക്കാരും ഇടയന്മാരും കുറേ പേരുണ്ട്. ഇപ്പോൾ സമയം ഏതാണ്ട് 1:30 മണിയാണ്. എങ്കിലും ഒരു മഴക്കാറുള്ളത് കൊണ്ട് വലിയ വെയിലൊന്നും ഫീൽ ചെയ്യുന്നില്ല. നമുക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര മനോഹരമായ സ്ഥലമാണ്. പച്ചപ്പ് അത്യാവശ്യമുണ്ട്. ഇനി മഴയ്ക്ക് പെയ്ത് കഴിഞ്ഞ് ഒരു പക്ഷേ അവിടെ വെള്ളമൊക്കെ കയറുമായിരിക്കും. അങ്ങ് ദൂരെ കാണുന്നതാണ് കബനി ലേക്ക് സൈഡ്. അതിൻ്റെ വ്യൂ നമുക്കിവിടെ കാണാം. ധാരാളം പശുക്കളുണ്ട്. വണ്ടിയൊക്കെ ഓടിച്ചു പോകാൻ വലിയ കുഴപ്പമൊന്നുമില്ല. ഇപ്പോൾ ടയർ പൂന്തിപ്പോകാനുള്ള സാധ്യത ഇപ്പോൾ കാണുന്നില്ല. കുറച്ച് നിലയായിട്ടൊക്കെയാണ് കാണുന്നത്. ഇന്ന് അല്പം മൂടലുള്ളത് കൊണ്ട് ഈ നട്ടുച്ചായിട്ട് പോലും അത്ര വെയിലോ മറ്റു ചൂടോ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. ചെറിയ കാറ്റുണ്ട്. മനോഹരമായ സ്ഥലമാണ് പറഞ്ഞാൽ മനോഹരമായ സ്ഥലമാണ്. ഒന്നാമത്തെ പ്രത്യേകത, ആർക്കും ഈ സ്ഥലത്തെക്കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആൾക്കാരൊന്നും വന്നു തുടങ്ങിയിട്ടില്ല. ഒരു ശാന്തത നമുക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ പ്ലാസ്റ്റിക് പൊല്യൂഷനൊന്നും ഇവിടെ കാണുന്നില്ല. നമ്മൾ ഇത്ര സ്ഥലങ്ങളിലൊക്കെ വരാൻ ശ്രമിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളാൽ യാതൊരുവിധ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാവരുത് എന്ന് ഉറച്ച തീരുമാനത്തോട് കൂടിയിട്ട് വരണം ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വരാൻ. ഞാനും ആദ്യമായിട്ട് അവിടെ ഇങ്ങനെ വരുന്നത്, പ്രത്യേകിച്ച് ഒരു ലക്ഷ്യമില്ലാത്ത യാത്ര ആയതുകൊണ്ട് തന്നെ റൂട്ട് മാപ്പിട്ട് പോന്നപ്പോൾ ഈ ലേക്ക് സൈഡിലുള്ള സ്ഥലങ്ങളുടെ പേരൊക്കെ നോക്കി പോകുന്നു. അങ്ങനെ പ്രത്യേകിച്ചൊരു പ്രതീക്ഷയില്ലാതെ വന്നതാണ്. വന്നു കഴിഞ്ഞപ്പോൾ ശരിക്കും അത്ഭുതപ്പെടുത്തുന്ന ഒരു എക്സ്പീരിയൻസാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ കൊട്ടത്തുണി കാണുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് മീൻ പിടിക്കാൻ ഉള്ള സംവിധാനങ്ങളായിരിക്കണം. ഇവിടുത്തെ നേറ്റീവായിട്ടുള്ള ആൾക്കാർക്ക് അത് മീൻ പിടിക്കാനുള്ള സംവിധാനമായിരിക്കണം ഈ കൊട്ടത്തുണികൾ കാണുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെ ആൾക്കാരൊന്നും ഈ സമയം കൊണ്ട് ഉച്ചയൊന്നും കാണുന്നില്ല. ഒരു പക്ഷേ രാവിലെയോ വൈകുന്നേരമോ ഒക്കെ ആയിരിക്കും മീൻ പിടിക്കുന്ന സമയം.